തമ്മിൽ സമാധാനം ആചരിക്കുവാനും അന്യോന്യം സ്നേഹിപ്പാനും അതുപോലെ തന്നെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മയാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നൽകുന്ന ചില ഉപദേശങ്ങളാണ്. പ്രാരംഭ ഭാഗങ്ങളിൽ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ള ആഹ്വാനവും പ്രബോധനവും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നൽകുന്നുണ്ട്. അതിനുശേഷം ചില ഉപദേശങ്ങളെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. 1 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്കവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ ഒരു കള്ളൻ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരും എന്ന് ദൈവജനം അല്ലെങ്കിൽ ദൈവസഭ അറിയുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് താൻ എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയെ ഒഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, രാത്രിയുടെ മക്കളല്ല, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, പകലിനുള്ള മക്കളാണ്. അതുകൊണ്ട് സുബോധമുള്ളവരായിരിക്കാം. അതിനുശേഷം പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നത്, മദ്യപിക്കുന്ന ഒരു വ്യക്തി രാത്രിയിലാണ് മദ്യപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നാം പകലിനുള്ളവരാകൊണ്ട്, വെളിച്ചത്തിൻ്റെ മക്കളാകൊണ്ട് ഉണർന്നും ഒരുങ്ങിയും കർത്താവിൻ്റെ നാളിനു വേണ്ടി നിൽക്കണം എന്ന ഒരു പ്രബോധനം അവിടെ നൽകുകയാണ്. അതിനുശേഷം താൻ പറയുകയാണ്, നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുകയും സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ. അപ്പോൾ ഇതാണ് ചില ഉപദേശങ്ങൾ ദൈവസഭയ്ക്ക് നൽകുന്നത്. ക്രമം കെട്ടവരെ ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങണം, ധൈര്യപ്പെടുത്തണം, ക്ഷണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകല വിധ ദോഷം വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നോക്കിക്കേ, ഇവിടെ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നൽകുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഇടവിടാതെ കർത്താവിനെ സ്തോത്രം ചെയ്യണം. അതാകുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവിക ഇഷ്ടം. പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നുണ്ട്, ആത്മാവിനെ കെടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉപദേശങ്ങൾ ദൈവസഭയിൽ നിലനിൽക്കണമെന്നും ദൈവത്തിൻ്റെ ജനം അത് പാലിക്കണമെന്നും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കേണ്ടതാണ്. തമ്മിൽ സമാധാനം ആചരിക്കുവാനും അന്യോന്യം സ്നേഹിപ്പാനും അതുപോലെ തന്നെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മയാൽ ആ തിന്മയെ ജയിക്കുവാനൊക്കെ നമുക്ക് കഴിയണം. ദോഷം വിട്ടകൽന്ന് ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരു പ്രബോധനമാണ് പ്രത്യേകിച്ച് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ താൻ പറയുന്നൊരു കാര്യമാണ്, സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹം താൻ അവിടെ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കടപ്പാടുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. അപ്രകാരം ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കൽപ്പനകളും പ്രമാണിച്ച് ജയകരമായ ക്രിസ്ത്യ ജീവിതം ജീവിപ്പാൻ കർത്താവ് നമ്മയൊക്കെയും സഹായിക്കട്ടെ. ഈ വശങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.